ആദ്യ അതിജീവിതയുടെ പരാതിയിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് വലിയ ആശ്വാസമായി മാറുന്നു രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം എന്നതാണ് എടുത്തു പറയേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ 3 പരാതികൾ ഉയർന്നു വന്ന പശ്ചാത്തലം, ആ പരാതിയിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പരാതിയായി നിലനിൽക്കുന്നത് ആദ്യത്തെ പരാതി തന്നെയാണ്. അതിൽ ആണ് അതിരൂക്ഷമായ ആരോപണങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നത്. ഗർഭഛിദ്രം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു എന്നതാണ്. വിവാഹ വാഗ്ദാനം പോലെയുള്ളവയുണ്ട്. ഈ സ്ത്രീയെ അപമാനപ്പെടുത്തി എന്നത് മാത്രവുമല്ല, ശാരീരികമായി ഉപദ്രവിച്ചു എന്നത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള കേസ് ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ ആണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുള്ളത്. TG സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, വലിയ ആശ്വാസം തന്നെയാണല്ലോ ഈ ഘട്ടത്തിൽ. രാഹുൽ ഏതാണ്ട് കേസുകളിൽ നിന്ന് എല്ലാ കേസുകളിലും തന്നെ ജാമ്യം ലഭിക്കുന്ന പശ്ചാത്തലത്തിലേക്കല്ലേ ഇപ്പോൾ എത്തിയിട്ടുള്ളത്? അഭിലാഷ്, തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ആശ്വാസം നൽകുന്നതാണ് ഇപ്പോഴത്തെ ഈ തീരുമാനം. കാരണം ആദ്യ ബലാത്സംഗ പരാതിയാണ്. ആ പരാതിയിലാണ് ഇപ്പോൾ ജാമ്യമുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യം ഇത് വിചാരണ കോടതിയിൽ ജാമ്യം നിഷേധിക്കപ്പെടുന്നു, സെഷൻസ് കോടതിയിൽ വീണ്ടും ജാമ്യം കിട്ടുന്നു, അതിനെതിരെ പ്രോസിക്യൂഷൻ്റെ അപ്പീൽ ഉണ്ടാകുന്നു. അതിലാണിപ്പോൾ വിശദമായ വാദം കേട്ട ശേഷമുള്ള ഹൈക്കോടതിയുടെ തീരുമാനം വരുന്നത്. ഹൈക്കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. മൊബൈൽ ഫോൺ ഹാജരാക്കണം, എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാവണം, സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയ കർശന ഉപാധികൾ മുൻകൂർ ജാമ്യത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. എന്തായാലും രാഹുലിന് വീണ്ടും ജയിലിലേക്ക് പോവേണ്ടി വരില്ല, കസ്റ്റഡിയിലേക്ക് പോവേണ്ടി വരില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം മുമ്പ് നമുക്കറിയാം, മറ്റൊരു പരാതിയിൽ രാഹുലിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. അതിനുശേഷം പുറത്തിറങ്ങിയ രാഹുൽ മറ്റൊരു കേസ് കൂടി അദ്ദേഹത്തിന് വെല്ലുവിളി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഈ ആദ്യ പരാതിയായിരുന്നു. എന്തായാലും ആദ്യ പരാതിയിൽ രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നതാണ്. പക്ഷേ അന്വേഷണവുമായി സഹകരിക്കണം, അതിൻ്റെ സ്വാഭാവിക നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാം. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്ന വിധി കൂടിയായി ഇത് മാറുന്നു എന്നതാണ് സാഹചര്യം. മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ പോലീസിൻ്റെ അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടായിരുന്നു. മുൻകൂർ ജാമ്യ ഹർജിയിലെ തീരുമാനത്തിന് വേണ്ടി അന്വേഷണ സംഘവും കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഇതിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തരത്തിലുള്ള ആശ്വാസം ഉണ്ടാവുകയാണ്. തനിക്കെതിരായ നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്നാണ്. ഒപ്പം തന്നെ നിർബന്ധിത ബലാത്സംഗം താൻ നടത്തിയിട്ടില്ല, ഈ വാദങ്ങളൊക്കെയായിരുന്നു രാഹുൽ ഉന്നയിച്ചിരുന്നത്. എന്നാൽ രാഹുലിനെതിരെ പിന്നീട് പ്രോസിക്യൂഷനൊപ്പം അതിജീവിതയും പ്രത്യേകം ഒരു അഫിഡവിറ്റുമായി രംഗത്ത് വരികയും കൂടുതൽ തെളിവുകളൊക്കെ ഹാജരാക്കുകയും പുതിയ ഫോൺ സംഭാഷണ വിശദാംശങ്ങളൊക്കെ പുറത്തുവിടുകയും ചെയ്തു. അതായത് ആദ്യം പുറത്തു വന്ന ആ ഫോൺ സംഭാഷണ രേഖകൾക്കപ്പുറമുള്ള അതിൻ്റെ പൂർണ്ണ രൂപമൊക്കെ കോടതിക്ക് മുന്നിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതെല്ലാം പരിഗണിക്കുമ്പോഴും രാഹുലിന് ജാമ്യം അനുവദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മുൻകൂർ ജാമ്യം നൽകുന്നത് തൻ്റെ ജീവന് പോലും ആപത്തെന്നാണ് ഈ ആദ്യ അതിജീവിത ഈ ഹർജിയെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. രണ്ടാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുമുണ്ട്. ഈ തരത്തിലാണ് ഇപ്പോൾ രാഹുലിനെതിരായ നീക്കങ്ങൾ പോകുന്നത്. എന്തായാലും നേരത്തെ ആദ്യം റിമാൻഡിൽ കഴിഞ്ഞ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പത്തനംതിട്ട സെഷൻസ് കോടതി ജാമ്യം കിട്ടി. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ പുറത്തിറങ്ങുകയും ചെയ്തത്. എന്തായാലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട രാഹുലിനെതിരെ ആദ്യ ആരോപണം ഉയർന്ന കേസിലാണിപ്പോൾ മുൻകൂർ ജാമ്യം ലഭിക്കുന്നത്. ഇതോടുകൂടി പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം, പക്ഷേ അറസ്റ്റ് പാടില്ല എന്ന വ്യവസ്ഥയാണ് നിലവിൽ വരാൻ പോകുന്നത്. അനി, തീർച്ചയായും അതാണ് ഇപ്പോൾ സജിത്ത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 3 കേസുകൾ, പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തേണ്ടത് 3 കേസുകൾ നിലവിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ 3ാമത്തെ കേസിൽ അല്ലെങ്കിൽ പരാതിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലായ പശ്ചാത്തലമുണ്ടായത്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് പത്തനംതിട്ട സെഷൻസ് കോടതി പിന്നീട് ജാമ്യം അനുവദിക്കുകയും അങ്ങനെ രാഹുൽ പുറത്തിറങ്ങുകയും ചെയ്തു. മറ്റ് 2 കേസുകളിൽ ഏറ്റവും ബലമുള്ള കേസ് എന്നത് തന്നെ ഇതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം ബാംഗ്ലൂർ സ്വദേശിനിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കേസിൽ നിയമപരമായ ആ നടപടിയുമായി മുന്നോട്ട് പോകാൻ ആ യുവതിക്ക് താല്പര്യമില്ല എന്ന് കോടതി വ്യക്തമാക്കിയതാണ്. മാത്രമല്ല, നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം കീഴ്ക്കോടതി നൽകുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. അവിടെയാണല്ലോ സജിത്ത് ഈ 1ാമത്തെ പരാതി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഏറ്റവും ഗുരുതരമായ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയിട്ടുള്ളതാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ച ഒരു കേസായിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. മാത്രമല്ല, ഈ കേസിലാണ് ഏറ്റവും കൂടുതൽ വാദപ്രതിവാദങ്ങളടക്കം
നടത്തുകയും ചെയ്തത്. അങ്ങനെ ഒരു കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുന്നു എന്നതാണല്ലോ ഇതിൽ എടുത്തു പറയേണ്ടത്. തീർച്ചയായിട്ടും അഭിലാഷ് നല്ല കൃത്യമായ ഒരു കാര്യം കൂടിയാണ്. കാരണം വിശദമായ ഒരു വാദം, അതായത് ഒരു മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇത്ര വിശദമായ വാദം കേൾക്കൽ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ആ തരത്തിൽ ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തിയ ശേഷമാണ് കോടതി പലവട്ടം മാറ്റിവെച്ച ശേഷം ഇപ്പോൾ ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത്. മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി പറഞ്ഞിരിക്കുന്നു. ഒരു കേസിൽ മുൻകൂർ ജാമ്യം തേടുക സ്വാഭാവിക നടപടിയാണ്. പക്ഷേ അതിനെ പ്രോസിക്യൂഷൻ എതിർക്കും, പരാതിക്കാർ എതിർക്കും. അതാണ് പിന്നീട് കീഴ്ക്കോടതിയിൽ കണ്ട നീക്കങ്ങൾ. ഒടുവിൽ സെഷൻസ് കോടതിയിൽ നിന്നും, തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യ അപേക്ഷ നിരസിക്കപ്പെട്ടപ്പോഴാണ് രാഹുൽ ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തുകയും ഒടുവിൽ ഇപ്പോൾ ഹൈക്കോടതി ഇതിൽ തീർപ്പുണ്ടാക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ, ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങളൊക്കെ ശ്രദ്ധേയമായിരുന്നു. അതായത് പെൺകുട്ടി അതിജീവിതയുടെ പരാതി പരാമർശിക്കുമ്പോഴും അവർക്ക് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡനം നടത്തി എന്ന വാദം എങ്ങനെ നിലനിൽക്കുമെന്ന സംശയമൊക്കെ കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ തരത്തിൽ അതിജീവിതയ്ക്കെതിരെയും ചില വാദങ്ങൾ, ചില പരാമർശങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ വിധി പറയുന്നതിന് മുമ്പ് തന്നെ കോടതിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ വിധി പറയുന്നത്. ജസ്റ്റിസ് കൗസർ എടപ്പഴത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തനിക്കെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് രാഹുൽ മാങ്കൂട്ടം ഉയർത്തിയ വാദം. ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല, നിർബന്ധിത ഗർഭചിത്രത്തിന് തെളിവില്ല എന്നൊക്കെയായിരുന്നു രാഹുൽ ഹൈക്കോടതിയെ അറിയിച്ചത്. അതിജീവിതയ്ക്ക് നേരെ ബലം പ്രയോഗിച്ചതും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതും ഉൾപ്പെടെയുള്ള അതിജീവിതയുടെ മൊഴിയിലെ വിവരങ്ങൾ ഗൗരവം എന്ന നിരീക്ഷണം നേരത്തെ കോടതി നടത്തിയിരുന്നു. അതായത് നിർബന്ധിത ഗർഭചിത്രം എന്ന പ്രധാനപ്പെട്ട ആരോപണം അത് ശരി തന്നെ എന്ന വിലയിരുത്തൽ, നിരീക്ഷണം കോടതി നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവിൻ്റെ പകർപ്പ് ലഭ്യമായാൽ നമുക്കതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാൻ കഴിയും. മറ്റെന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയിരിക്കുന്നത് എന്ന കാര്യം എന്തായാലും രാഹുലിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ്. ഈ മുൻകൂർ ജാമ്യം അനുവദിച്ച കാര്യമെന്നതിൽ തർക്കമില്ല. ഈ ഉപാധികളോടെയാണ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. കർശന ഉപാധികളാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊബൈൽ ഫോൺ ഹാജരാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം എന്ന നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ സാക്ഷികളെ സ്വാധീനിക്കരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രേക്ഷകരോട് എടുത്തു പറയേണ്ടത്, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കേസിന്റെ മെറിറ്റിന് അപ്പുറത്ത് ഒരു പ്രതിഭാഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി പുറത്തിറങ്ങിയാൽ ഏതെങ്കിലും തരത്തിൽ ഈ കേസിനെ അധികം സ്വാധീനിക്കുമോ, തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടോ, സാക്ഷികളെ സ്വാധീനിക്കുമോ, ഇതിൽ പരാതിക്കാരിയായ ഇരയെ ഏതെങ്കിലും തരത്തിൽ അപകീർത്തിപ്പെടുത്തുമോ, അങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾക്കാണ് കോടതി പ്രഥമ പരിഗണന നൽകുക. പക്ഷേ അങ്ങേറ്റം ഗൗരവതരമായിട്ടുള്ള കേസുകൾ ആണ് എങ്കിൽ ഒരിക്കലും മുൻകൂർ ജാമ്യം നൽകാത്ത സാഹചര്യവും ഉണ്ട്. ഇവിടെ നമുക്കറിയാം, ശബരിമല വിഷയത്തിലടക്കം നിരവധിയായ ആളുകൾ അറസ്റ്റിലാവുകയും 90 ദിവസത്തിന് ശേഷം മാത്രം പുറത്തിറങ്ങുകയും ചെയ്ത പശ്ചാത്തലമാണുള്ളത്. എങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള പ്രിവിലേജ് അതുപയോഗിച്ചുകൊണ്ടാണോ രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുകയും മാനഭംഗപ്പെടുത്തുകയും ചെയ്തത് എന്നതായിരുന്നു പ്രധാനപ്പെട്ട വാദത്തിൽ ഉന്നയിക്കപ്പെട്ട ആരോപണം എന്നത്. ഒരു MLA ആയിട്ടുള്ള ആൾ തൻ്റെ അധികാരവും സ്വാധീനവും ഒക്കെ ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ് യുവതിയെ പീഡിപ്പിച്ചത് എന്നുള്ളതായിരുന്നു. പക്ഷേ അതിന് മറുഭാഗം ഉന്നയിച്ചത് ഇവർ ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തിൽ ആണ് ഏർപ്പെട്ടത്. ഈ സ്ത്രീ വിവാഹിതയാണ്, അതുകൊണ്ട് തന്നെ വിവാഹ വാഗ്ദാനം എന്നത് നിലനിൽക്കുന്ന ഒന്നല്ല എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. അവിടെ പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിച്ചു പോകേണ്ടത്, കഴിഞ്ഞ ദിവസമായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് പുറത്തു വന്നത്. വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം എന്നത് നിലനിൽക്കില്ല എന്നത്. കോടതിയെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ധാരണയാണ് എന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് പോകുന്നത്. അവിടെ പുരുഷൻ സ്ത്രീക്ക് വാഗ്ദാനം നൽകുകയോ സ്ത്രീ പുരുഷന് വാഗ്ദാനം നൽകുകയോ അല്ല, രണ്ട് വ്യക്തികൾ തമ്മിൽ ധാരണയിലേക്ക് എത്തുകയും അങ്ങനെയാണ് വിവാഹം നടക്കുക. അവിടെ സ്ത്രീക്കും പുരുഷനുമൊക്കെ തുല്യമായ പങ്കാളിത്തമാണ് ഉള്ളത് എന്ന നിലയിലാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതിക്ക് ആവർത്തിച്ച് പറയേണ്ടതായി വരുന്നത്, ഈ ബലാത്സംഗം മാനഭംഗപ്പെടുത്തൽ എന്നതിന് വിവാഹ വാഗ്ദാനത്തെ കൂട്ടിക്കുഴയ്ക്കരുത് എന്നത് പലയാവർത്തിയായി കോടതി പറയുന്നുണ്ട്. ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിലും അത്തരം വാദങ്ങൾ ഉൾപ്പെടെ ഉയർത്താൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചിട്ടുണ്ടാകും എന്നതാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്നത് ഗർഭഛിദ്രം ആയിരുന്നു. അത് നിർബന്ധിച്ച് ഗർഭഛിദ്രം ചെയ്യിപ്പിച്ചു എന്ന പരാതി കൂടി ഉണ്ടായിരുന്നു. ആ വകുപ്പ് കൂടിയായിരുന്നു ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോഴും ഈ 3 കേസുകൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലനിൽക്കുന്ന 3 കേസുകളുണ്ട്. അതിൽ ഒന്നാമത്തെ അതിജീവിതയുടെ പരാതിയാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നത്, നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി എന്നത്,
പീഡന സമയത്തടക്കം ശാരീരികമായി വലിയ ഉപദ്രവം ഏൽപ്പിച്ചു എന്നത് അങ്ങനെയുള്ള പരാതികളാണ് എങ്കിൽ രണ്ടാമത്തെ യുവതിയുടെ പരാതി ശാരീരികമായ ഉപദ്രവം, വിവാഹ വാഗ്ദാനം ഉൾപ്പെടെയുള്ളവ നിലനിൽക്കുന്നു. പക്ഷേ ബാംഗ്ലൂർ സ്വദേശിനിയായ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു പരാതി അല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നറിയിക്കുന്ന പശ്ചാത്തലത്തിൽ ആ കേസ് കുറച്ചുകൂടി ദുർബലമാകുന്നു. മൂന്നാമത്തേത് വിദേശത്ത് നിന്നുള്ള ഒരു പെൺകുട്ടിയുടെ പരാതിയായിരുന്നു. അതിൽ പക്ഷേ അപ്രതീക്ഷിതമായ നീക്കമുണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റാണ്. ആ പരാതിയുടെ വിശദാംശങ്ങൾ ശേഖരിച്ചതിന് ശേഷം പിന്നീട് അതിവേഗം അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ രാഹുൽ മാങ്കൂട്ടം ജയിലിൽ പോവുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. പക്ഷേ ആ കേസിലും കോടതി നിരവധിയായ സംശയങ്ങൾ ഉയർത്തിയ പശ്ചാത്തലമുണ്ട്. കാരണം ഒരു അതിജീവിത അല്ലെങ്കിൽ ബലാത്സംഗത്തിന് ഇരയാകുന്ന പെൺകുട്ടി ഈ പരാതി നൽകുന്നതിന് തൊട്ടു മുമ്പ് വരെ എങ്ങനെയാണ് ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നത്, എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സമ്മാനങ്ങൾ നൽകിയത്